നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വഴിയുണ്ട്. മോനെ. മോനോ? ആരുടെ മോൻ? എന്റെ മുമ്പിൽ വരരുന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ? വരാതിരിക്കാൻ പറ്റോ? ഞാൻ നിന്റെ അമ്മായി അമ്മയല്ലേ മോനെ? അമ്മായി ആ സ്ഥാനത്തിന് ചേരുന്ന വിധത്തിലാണോ നിങ്ങൾ നിധിയോടും നിഖിലിനോടും പെരുമാറിയത്? അമ്മായിക്ക് തെറ്റ് പറ്റിപ്പോയി മോനെ, മോൻ ക്ഷമിക്ക്. നിങ്ങളോട് ക്ഷമിക്കാനോ? നിങ്ങളെപ്പോലെ വൃത്തികെട്ട ഒരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വെറുതെ എന്നെ ചൊറിയാൻ വരാതെ പോ. നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഈ അമ്മായിയെ ഇഷ്ടമല്ലെങ്കിൽ മോൻ പൊയ്ക്കോ. നിധിമോള് കാത്തിരിക്കുകയായിരിക്കും. നിധിമോളോ? ഇപ്പൊ എവിടെ നിന്ന് വന്നു ഈ സ്നേഹം? അവളെ ചതിച്ച് നിങ്ങളുടെ മകളെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കള്ളങ്ങൾ എന്നോട് പറഞ്ഞത്? അമ്മായി പറഞ്ഞതൊക്കെ സത്യം മോനെ. എന്ത് സത്യം? നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് എന്നോട് പറഞ്ഞില്ലേ? നിങ്ങൾ എപ്പോഴും ചുമക്കുന്നത് കാണാറുന്നല്ലോ. ഇപ്പോഴെവിടെ ആ ചുമയൊക്കെ നിന്നോ? എന്റെ നിധിയുടെയും കല്യാണം കഴിഞ്ഞതോടെ നിങ്ങളുടെ ക്യാൻസർ ഒക്കെ ഭേദമായോ? ക്യാൻസർ അമ്മായിയെ കാർന്ന് തിന്നാ മോനെ. രേണു, നീ എന്നു മുതലാ ക്യാൻസർ പേഷ്യന്റ് ആയത്? അത് പിന്നെ ഏത് നേരത്തെ നാവില് ഗുളികൻ കയറുന്നെന്ന് പറയാൻ പറ്റില്ല. ശിവാനിയുടെ കല്യാണം നടക്കാൻ വേണ്ടി നീ പറഞ്ഞ കള്ളം ദൈവം യാഥാർത്ഥ്യമാക്കിയാൽ എന്ത് ചെയ്യും? എന്റെ പൊന്നേ, വെറുതെ കരുനാക്കെടുത്തൊന്നും വളയ്ക്കല്ലേ. കരുനാക്ക എനിക്കല്ല, നിനക്കാ. ഒന്നും വരുത്താതിരിക്കാൻ മനസ്സുരുക്കി പ്രാർത്ഥിച്ചോ, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ. നിധിയുടെ ജാതകം തട്ടിയെടുത്തത് മാത്രമേ എനിക്കറിയാവൂ. മറ്റൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല മോനെ. എനിക്കറിയാം അങ്കിൾ. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും നല്ല മനുഷ്യരെ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്കിൾ ഒരു നല്ല മനുഷ്യനാ. എനിക്കങ്ങനെ ഉറപ്പിച്ച് പറയാനാവില്ല. ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി അരുതാത്ത പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഏയ് ഡോണ്ട് വറി അങ്കിൾ, അതൊന്നും സാരമില്ല. അങ്കിളിന്റെ ലൈഫ് നിനക്കൊരു പാഠമായിരിക്കണം നിഖിൽ. ജീവിതത്തിൽ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഒരുപക്ഷെ അതിനൊക്കെ തന്നെയായിരിക്കും പണ്ടുള്ളവര് ഈ ജാതക പൊരുത്തമൊക്കെ കണ്ടുപിടിച്ചത്. കല്യാണത്തിന് ശേഷമാണ് എനിക്കതിലൊക്കെ വിശ്വാസം വന്നു തുടങ്ങിയത്. എക്സ്ക്യൂസ് മീ, പേഷ്യന്റിന് നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കയറി കാണണമെങ്കിൽ കാണാം. ശരി സിസ്റ്റർ. വരി സർ. താങ്ക് യു. വലിയ ജാതക പൊരുത്തം എന്തുണ്ടായിട്ടെന്താ? നീതിക്ക് വസുന്ധര പൊരുത്തം ഇല്ലല്ലോ. വേറൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നിധിയുടെ ആന്റിക്ക് കഞ്ഞി എടുക്കാൻ വീട്ടിലേക്ക് പോയതാ. ഉടനെ വരും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. വേണ്ട, മോൻ വീട്ടിൽ പോയില്ലേ? ഇല്ല ചന്ദ്രി, ഞങ്ങളെല്ലാം വീട്ടിൽ പോയി കുളിച്ച് വേഷവും മാറി. ഗൗതമോൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മരുമകന്റെ അല്ല, ഒരു മകന്റെ കടമയാ മോൻ ചെയ്തത്. മോനെന്നല്ലേ ആന്റി വിളിക്കുന്നത്. ആ മോനായ ഞാൻ അങ്ങനെ പെരുമാറണ്ടേ? നമ്മുടെ കഷ്ടകാലൊക്കെ തീർന്നമ്മേ. ഇനി എല്ലാത്തിനും ഈ ഏട്ടൻ കൂടെ ഉണ്ടാവും. മോനിധിയെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് ആന്റിക്ക് ബോധ്യായി. അവളും ദൈവത്തെ പോലെ മോനെ കാണുന്നത്. ആ പറ പാറു. ഗൗതം, നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാ, ചന്ദ്രകാന്റിയുടെ കൂടെ. എന്നാ നീ ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വാ. എന്താ പാറു? അതൊക്കെ പറയാ, നീ വാ. ആ, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിധി അങ്ങോട്ട് വന്നില്ലേ? വന്നു. നിധിയും വസുവും കൂടെ വഴക്കിട്ടു.
നീ വന്നാലേ ശരിയാവൂ. ശരി, ഞാൻ പെട്ടെന്ന് വരാം. ശരി. എന്താ മോനെ, ഈശ്വരമംഗലത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഇല്ല ആന്റി. എന്തായാലും തുറന്നു പറ. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നതിന് വസുന്ധര എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഏയ് ഇല്ല, ഞാൻ പോയിട്ട് നിധിയും കൂട്ടി വരാം. വരട്ടെ അങ്കിൾ. ആ, ശരി. അവനെ യാത്രയാക്കിയിട്ട് വരാം. എന്തോ കുഴപ്പമുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നേട്ടാ. ഒന്നുമില്ല, നീ സമാധാനമായിട്ട് കിടക്ക്. അമ്മയുടെ മനസ്സിനോട് കുറച്ചേരം അടങ്ങിയിരിക്കാൻ പറ. ഞങ്ങൾ ഇപ്പൊ വരാം. അതേ ജോത്സ്ന, ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളത്. ഇതൊക്കെ താൻ എന്തിനാ അറിയുന്നേ? ഐ നീഡ് എ കാർ. എത്രയും വേഗം ഓഫീസിൽ നിന്ന് ഒരു കാർ ഇവിടെ എത്തണം. ദാറ്റ്സ് ഓൾ. പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചതാ. ഒരു കാർ ചോദിച്ചപ്പോ അവൾക്ക് എന്റെ കാറിന് എന്ത് പറ്റിയെന്ന് അറിയണം. ആ കാറ് നിധി കൊണ്ടുപോയെന്ന് പറയായിരുന്നില്ലേ? ആ, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഞാനത് ഡീൽ ചെയ്തോളാം. അതിന്റെ പേരിൽ നിധിക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. അത് മതി. ആ, ഞാൻ പുറത്തേക്ക് നിൽക്കാം. ഞങ്ങളും വരാട്ടാ. ആ, ഉം. വാ. വസുന്ധര നടത്തിയ ശത്രുസംഹാര പൂജയെക്കുറിച്ച് ഗൗതം അറിഞ്ഞു. അതാ ഇത്ര വെപ്രാളപ്പെട്ടിവിടുന്ന് പോയത്. മോളും മരുമോനും ഇവിടെ സുഖിച്ച് കഴിയാണെന്ന് ചന്ദ്രിക വിശ്വസിക്കണ്ട. ആ തോന്നലുകൂടി അങ്ങ് പൊളിച്ചു കൊടുത്തേക്കാം. എടി ചന്ദ്രി, ആകെ പുലിവാലായിടി. എന്താ എടുത്തി? ഗൗതം മോനിപ്പോ പുറത്തേക്ക് പോയില്ലേ? അതെന്തുകൊണ്ടാണെന്നാ നിന്റെ വിചാരം? ഈശ്വരമംഗലത്ത് നിന്ന് പാർവതി വിളിച്ചോണ്ട്. പാർവതി വിളിച്ചത് വെറുതെയല്ല, അവിടെ ആകെ കുഴപ്പാ. ഗൗതവും നിധിയും രാത്രി ഇങ്ങോട്ട് വന്നതേ വസുന്ധരയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിധി ചെന്ന് കേറിയതും വസുന്ധര ഒന്നും രണ്ടും പറഞ്ഞു വഴക്കിട്ട് തുടങ്ങി. നിധിയാരാ മോള്? അവള് തിരിച്ചും പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു കയ്യാങ്കളിയായി. എന്തിനധികം പറയുന്നു? വസുന്ധര നിധിയെ നന്നായി തല്ലിന്നാ കേക്കുന്നെ. ഈശ്വര, എന്റെ മോള്. നിധിയുടെ സകല സപ്പോർട്ടും തീർന്നു. വസുന്ധരയോട് മോശമായി പെരുമാറിയതിന്റെ പേരില് പാർവതി വരെ നിധിയെ തള്ളിപ്പറഞ്ഞു. നിധിയുടെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നാ ഗൗതമിനോട് പാർവതി പറഞ്ഞത്.